കോഴിക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും പ്രവാസി ധ്വനി കാസ്കിന്റെയും ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജംഗ്ഷനിൽ പെരുന്നാൾ നിറവും റമദാൻ ഭക്ഷ്യക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. 30 നാൾ നീളുന്ന വ്രത നോമ്പുകാലത്തിന്റെ അവസാന നാളിൽ പ്രദേശത്തെ നിർധനരായ 250-ൽ പരം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ട് കോഴിക്കോട് ജംഗ്ഷനിൽ കാസ്ക് പ്രസിഡന്റ് ഷിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ പൊന്നൂർ MLA PS സുബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. റമദാൻ മാസം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ലോകത്ത് നിരവധിയായിട്ടുള്ള മതങ്ങളുണ്ട്. മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മതങ്ങളാണ്. മനുഷ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതങ്ങളാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അവർ യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ ആയിരിക്കില്ല. യഥാർത്ഥ മതവിശ്വാസി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ള മതക്കാരെ ആക്രമിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ എല്ലാ മതത്തിൻ്റെയും പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മതവിശ്വാസികളല്ല, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, സമാധാനം എന്നാണ് ഇസ്ലാമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ്. അപ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു മതമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിലൊന്നാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ നന്മയാണ്. ഒരു നല്ല ജീവിത ദർശനം മുന്നോട്ട് വയ്ക്കുന്ന മതമാണ് ഇസ്ലാം മതം. നല്ലൊരു ജീവിത രീതി ജനങ്ങൾക്കുണ്ടാകണം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തിക്കുക, അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ഞാനും 1980 നമുക്ക് അന്ന് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ബ്ലോക്ക് ഓഫീസായിരുന്നു. ആ ബ്ലോക്ക് ഓഫീസിൻ്റെ കീഴിൽ മഹിളാ സമാജം രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളൊക്കെ അതിലൊക്കെ പ്രവർത്തിച്ച് വന്നവരാണ്. വാർഷികമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ എനിക്കതൊക്കെ ഓർമ്മ വരുമായിരുന്നു. ഇപ്പം ഞാൻ നെല്ലിമൂടെന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശം, അന്ന് വലിയ ഒരു ഇതുപോലുള്ള സാമ്പത്തികമായ ശേഷിയുള്ളവരോ അല്ലാതുള്ളവരോ ഒന്നും അല്ലാത്ത ഒരു സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് അന്ന് ഞാൻ ഈ ഒരു മഹിളാ സമാജത്തിൻ്റെ വാർഷികം 1981 നടത്തിയത് നമ്മുടെ കൊല്ലത്തെ പ്രസിദ്ധനായ ഖാദികൻ വി സാംബശിവനെ കൊണ്ടുവന്നൊരു കഥാപ്രസംഗം നടത്തിയാണ് ഞങ്ങൾ അതിൻ്റെ വാർഷികം നടത്തിയത്. അറിയാം, ഇപ്പോൾ ഇവിടെ നമ്മളൊരു ചികിത്സാ സഹായം കൊടുത്ത കുടുംബം, ആ കുടുംബത്തിലെ കുട്ടി അവൻ്റെ വലത് കൈ ചലിപ്പിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ പല ആളുകളോടും പറയുമ്പോൾ ഈ നാടൊന്നാകെ പറയുകയാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളൂ, നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആ കുട്ടിയുടെ സർജറിക്ക് വേണ്ടിയുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നാടാണ് ചൊവ്വേക്കോട്. അതൊരു നമ്മുടെ പരിസര പ്രദേശത്തൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് കാണാത്ത ഒരു വലിയ സംസ്കാരവും സ്നേഹവുമാണ്. ഇതെന്നും നിലനിൽക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു വലിയ ശ്രമമാണ്. നമുക്കറിയാം, ഇവിടെ എല്ലാവരും സംസാരിച്ചു. നമുക്ക് വീണ്ടും ഒരു റമദാൻ മാസം വന്ന് അവസാന ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വളരെ മികച്ച എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ക്ലബ്ബാണ് കാസ്ക്. അതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ ആ ഒരു ഇടപെടലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവരും പ്രവാസികളും ഒക്കെ ആയിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഞാൻ വാർഡ് മെമ്പറായിട്ട് വന്ന് ആദ്യ പരിപാടിയിൽ തന്നെ പങ്കെടുത്തത് കാസ്കിൻ്റെ ഒരു പരിപാടിയാണ്. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കാണ് ആദ്യമായി പങ്കെടുത്തത്. കാസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്ന ഈ ഒരു പരിപാടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ വളരെ നല്ല രീതിയിൽ നടത്തി വരുന്നൊരു പരിപാടിയാണ്. ഈ 250 കിറ്റ് എന്നൊക്കെ പറഞ്ഞാലൊരു നിസ്സാര കാര്യമല്ല. അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ അഘോരാർത്ഥം അവർ നല്ല രീതിയിൽ പരിശ്രമിച്ചു. കൃത്യമായിട്ട് അത് എത്തേണ്ട കൈകളിലേക്ക് തന്നെയാണ് അവർ ആ കിറ്റുകൾ ഇന്ന് ഇവിടെ എത്തിക്കുന്നത്. ജാതിമത ഭേദമെന്നില്ലാതെ എല്ലാവരെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് കാസ്ക് നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കലാ കായിക രംഗത്തെ
പ്രവർത്തനങ്ങളെല്ലാം കാസ്ക് നിരവധി വർഷങ്ങളായി നമ്മുടെ ചുഴിയക്കോട് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റംസാൻ പ്രമാണിച്ച് എല്ലാ വർഷവും നമ്മുടെ കാസ്കിൻ്റെ പ്രിയങ്കരായ ആളുകൾ, പ്രവാസി അംഗങ്ങളായിട്ടുള്ളവർ, വിദേശത്ത് ഉള്ളവർ ഉൾപ്പെടെ നാട്ടിലും വിദേശത്തുമൊക്കെയായി ജോലി ചെയ്യുന്ന പ്രിയങ്കരായ ആളുകൾ ഈ റംസാൻ കാലയളവിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഒരംശം മിച്ചം പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു വിഹിതം എല്ലാ വർഷവും കാസ്ക് വഴി ചടങ്ങിന് കാസ്ക് രക്ഷാധികാരി KJ അലോഷ്യസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന പരിപാടിയിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സൈനബ BV, ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിഷ്ണു BS, ഷെഫീഖ് ചോഴിയക്കോട് എന്നിവർ പ്രസംഗിച്ചു.